നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, കർത്താവേ, നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിലായിരിക്കാൻ, അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. കഴിഞ്ഞ രാഴ്ചവട്ടക്കാലം മുഴുവൻ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരുന്നു. കർത്താവെ, ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവനുള്ള ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്നപേക്ഷിക്കുന്നു. ദൈവകൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമ സ്തുതിക്ക് മഹത്വത്തിനുമായി 162 ഗീതം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം 162. എന്നും യഹോവ നാമം എന്നും പുകഴ്ത്തും എൻ മനം എന്നിട്ട്.
ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയുള്ളവരെ, ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും ദിവ്യ ചൊൽക്കുറികളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മോട് സമീപിച്ചു വന്നിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധി നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരും ആണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നാം നമ്മുടെ പാപം ഏറ്റുപറയുക. നമുക്കെല്ലാവർക്കും ഇരിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഒരു വിശുദ്ധ ദിവസത്തിൽ നമുക്ക് ഇപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ, നാളുകളിൽ ദൈവം നമ്മോട് കൂടെയിരുന്നു, നമ്മെ പരിപാലിച്ചു, നമ്മെ വഴി നടത്തി. ദൈവത്തിൻ്റെ പലവിധമായിട്ടുള്ള നന്മകളിൽ അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും അകന്ന് തിന്മയുടെയും പാപത്തിൻ്റെയും നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ചിന്തകളുടെയും ഒക്കെ പിന്നാലെ നമ്മുടെ ജീവിതം നയിച്ചതോർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ അനുതപിക്കാം. ദൈവം നമ്മോട് വാക്ക് മാറാത്തവനും വിശ്വസ്തനുമായിട്ട് കൂടെയിരുന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മുടെ എല്ലാവിധമായിട്ടുള്ള കുറവുകളെയും നമുക്ക് ഈ സമയത്ത് ഓർക്കാം. നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കുന്ന, നമ്മെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ കുറ്റങ്ങളെയും കുറവുകളെയും നമുക്ക് ഏറ്റുപറയാം. 9-ാമത്തെ ഗീതം അനുതാപ ഹൃദയത്തോടു കൂടി നമുക്ക് ഈ സമയത്ത് പാടാം. ഗീതം 9, എഴുന്നു ഞാൻ, എഴുന്നു ഞാൻ. പാഠപുസ്തകത്തിന് പുറകിലുള്ള 4-ാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്കൊരുമിച്ച് പങ്കുചേരാം. സ്വർഗസ്വപിതാവേ, അരിഷപാപികളായ അടിയങ്ങൾ സങ്കടത്തോടെ സ്വീകരിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആകാത്ത വിചാരങ്ങളാലും വാക്കുകളാലും ക്രിയകളാലും പലവിധേന അവിശ്വാസം, നന്ദികയുടെ ചതി എന്നിവയാലും വേണ്ടുപോലെ സഹോദരന്മാരെ സ്നേഹിക്കാതിരുന്നതിനാലും വളരെ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ന്യായവിധിക്ക് നിത്യമരണത്തിനും കൂടെ യോഗ്യരായി തീർന്നിരിക്കുന്നു. ഈ സകല പാപം നിമിത്തം ഞങ്ങൾക്ക് അനുതാപവും മനോവേദനയുമുണ്ട്. ഞങ്ങളുടെ കടങ്ങളെ കവിയുന്ന ദൈവകൃപയിലുണ്ടായി വന്നതും യേശുക്രിസ്തു മുഖാന്തരം സാധ്യമായതുമായ വിലയേറെ വീണ്ടെടുപ്പില്ലാതെ ഞങ്ങൾ യാതൊരു ആശ്വാസവും വഴിയും കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സർവ്വഭാവങ്ങളെ സൗജന്യമായി ക്ഷമിച്ച് തിരുകൂട്ടായ്മ ഞങ്ങളെ ചേർത്ത് ജീവൻ്റെ പുതുക്കത്തിലും തിരുസേവ ചെയ്യുവാൻ പരിശുദ്ധാത്മാന ഞങ്ങൾ വിശദീകരിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. പാപങ്ങളെ ഓർത്ത് ദുഃഖിച്ച് ദൈവകരുണയും പാപമോചനം അന്വേഷിക്കുന്ന നിങ്ങളെല്ലാവരും സുവിശേഷത്തിലെ ആശ്വാസവചനം കേട്ടുകൊള്ളുവിൻ. കർത്താവ് താൻ തന്നെ നിങ്ങളോട് ഇപ്രകാരം പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ,
എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. എന്നാൽ കർത്താവിനെ മറന്ന് അനീതിയിലും പാപത്തിലും രസിച്ച് ജീവിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ടുകൊള്ളുവിൻ. ഇന്നും നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതേ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. ആമേൻ. നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മനസ്സിലുള്ള പിതാവേ, ഞങ്ങളോട് സകല മനുഷ്യരോടും കാണിച്ചു വരുന്ന ദയാ വാത്സല്യങ്ങൾക്കായി കൊള്ളരുതാത്ത ഞങ്ങൾ ഉള്ളറിഞ്ഞ നന്ദി ഏറ്റവും താഴ്മയിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിച്ചു വരുന്നതിനും ഈ ആയുസ്സിൽ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനും മീതെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത അമൂല്യ സ്നേഹം നിമിത്തവും തിരുവചന വിശുദ്ധ ചുരുക്കുറികൾ യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കാനുള്ള തേജസ്സിൻ്റെ പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയ നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ആമേൻ. സ്വർഗസ്വപിതാവെ, ഞങ്ങൾ പരമാർത്ഥമായി നന്ദി കാണിപ്പാനും തിരുസേവയ്ക്കായി ഞങ്ങളെ മുഴുവനും സമർപ്പിച്ചും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും തിരുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ജീവിച്ചുകൊണ്ട് അതിരങ്ങളാൽ മാത്രമല്ല നടപ്പിനാലും കൂടെ തിരുസ്തുതി വർണ്ണിപ്പാനും തൃക്കാരണങ്ങൾ വേണ്ടുപണ ബോധിപ്പാനായി ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതൊക്കെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ യാചിക്കുന്നു. വാഴ്ത്തപ്പെട്ട പുത്രനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സദാകാലവും സകല ബഹുമാനവും മഹത്വവും ഉണ്ടാകട്ടെ. ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ സ്തോത്ര സങ്കീർത്തനങ്ങളിൽ 96-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി നമുക്ക് ഏറ്റുപറയാം. സങ്കീർത്തനം 96, 215 പുറം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും. യഹോവ വലിയവനും ഏറ്റവും സ്വസ്ഥനുമാകുന്നു. ജാതികളുടെ ദേവന്മാർക്കെയും മിഥ്യാമൂർത്തികളത്രേ. ബഹുമാനവും തേജസ്സും അവൻ്റെ മുൻപിലും. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ. എല്ലാവർക്കും ഇരിക്കാം. വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി 14-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം നമുക്ക് പാടാം. ഗീതം 14. യേശുവെ മുൻനിർത്തുകയെ ശിശുപോൽ അവനെ നോക്കി. So
സഭയ്ക്ക് എല്ലാവർക്കും ഇരിക്കാം. ദിവസത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6 വരെയും, പുതിയ നിയമത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 32 വരെയുമുള്ള വേദഭാഗങ്ങൾ. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6 വരെ. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ചു നടക്കാം. ഇസ്രായേലേ, കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഇങ്ങനെ ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ചവസാനിക്കുന്നു. പുതിയ നിയമ വേദപാഠഭാഗം വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി നാം പാടിയ 14-ാം ഗീതത്തിൻ്റെ 3-ാമത്തെ ചരണം പാടാം. 14-ാം ഗീതത്തിൻ്റെ 3-ാമത്തെ ചരണം, യേശുവെ മുൻനിർത്തുകയെ നിന്റെ കഷ്ട മാറ്റുവാനും എന്നെത്തിയ. സഭയ്ക്ക് എല്ലാവർക്കും ഇരിക്കാം. പുതിയ നിയമത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങൾ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെയാകുന്നു. ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു? ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? അത് കടുകുമണിയോട് സദൃശ്യം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്, എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്ന് ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു. ഇങ്ങനെ ഇവിടെ ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിച്ചവസാനിച്ചിരിക്കുന്നു. മനസ്സിലുള്ള പിതാവായ ദൈവം തിരുവചനത്തിൽ തൻ്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കിയാലും ക്രിസ്തുയേശുവിൽ നമ്മെ തൻ്റെ സമൃദ്ധിയായ കൃപകൾക്ക് അംശങ്ങളാകുവാൻ ക്ഷണിച്ചിരിക്കിയാലും തന്നെയുള്ള വിശ്വാസം ഞാൻ പറയുന്നതിൻ്റെ പിന്നാലെയായി നിങ്ങളും സ്വീകരിച്ചൊല്ലുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം സ്വീകരിച്ച് ചൊല്ലാം. സ്വർഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായി സർവശക്തനായ പിതാവായിരിക്കുന്ന ദൈവത്തിങ്കൽ ഞാൻ വിശ്വസിക്കുന്നു.
അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാനാൽ മറിയ എന്ന കന്യകയിൽ ഉൽപ്പാദനായി ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടം അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി 3-ാം ദിവസം ഉയർത്തുന്നേറ്റ് സ്വർഗ്ഗാരോഹണമായി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായാധിപൻ ചെയ്യും. പരിശുദ്ധാത്മാനും ശുദ്ധന്മാരുടെ കൂട്ടായ്മയാവുന്ന ശുദ്ധ സാധാരണ സഭയിലും പാപമോചനത്തിനും ശരീരത്തോടെ ജീവിച്ചെഴുന്നേൽക്കുന്നതിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയ്ക്ക് എല്ലാവർക്കും ഇരിക്കാം. സഭയോട് അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ പൊതു വഴിപാടായിട്ട് ലഭിച്ചത് 7538 രൂപ. ജന്മദിന സ്തോത്രദാനമായിട്ട് ലഭിച്ചത് 1800 രൂപ. സൺഡേ സ്കൂൾ ഓഫർട്ടറി ആയിട്ട് ലഭിച്ചത് 407 രൂപ. അങ്ങനെ ആകെ 9745 രൂപ. 20-ാം തീയതി വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ സ്തോത്രകാഴ്ചയായിട്ട് ലഭിച്ചത് 240 രൂപ. അരി വിതരണത്തിലേക്കായി ഒരു സഹോദരൻ 50 കിലോ അരി സംഭാവന നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരനോടും കുടുംബത്തോടുമുള്ള നന്ദിയെ ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം പവർ ബോക്സ് തുറക്കുകയുണ്ടായി. പവർ ബോക്സിലൂടെ കളക്ഷനായിട്ട് ലഭിച്ചത് 15,117 രൂപ. കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി അതിൻ്റെ ഫിനാൻസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സഭ സന്ദർശിക്കുന്നു എന്ന കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ജൂലൈ മാസം 12-ാം തീയതിയാണ് നമ്മുടെ സഭയിലേക്ക് അവർ വരുന്നത്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സഭ നമ്മുടെ സെമിനാരിയെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും തുടർന്നും നമ്മുടെ സഭയുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സഭാംഗമായ മിസ്റ്റർ ഷൈനിമോൻ പരങ്ങത്ത് 19-ാം തീയതി ഉണ്ടായ ഒരു അപകടത്തെ തുടർന്ന് കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ആ കുടുംബം സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഭാജനങ്ങളെല്ലാവരും ആ പ്രിയപ്പെട്ട സഹോദരനെ പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഭാംഗമായിട്ടുള്ള മീറാബായ് നമ്രത് എന്ന പ്രിയപ്പെട്ട മാതാവും ചില ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. ഹോസ്പിറ്റലാണ്. അവരും പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഭാജനങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അറിയിക്കുന്നു. തൻ്റെ MBBS പഠനവും ഹൗസ് സർജൻസിയും കഴിഞ്ഞ് നമ്മുടെ വന്നിരിക്കുന്ന നമ്മുടെ സഭാംഗമായ സഫിൻ ഫെലിക്സ് റെജിനോൾഡ് എന്ന പ്രിയപ്പെട്ട മകന് ഇന്ന് ആരാധനയ്ക്ക് ശേഷം സഭയുടെ അനുമോദനത്തിൻ്റെ ഭാഗമായി മൊമെൻറ്റോയും അതുപോലെ ഷോളും അണിയിക്കുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. ആരാധനയ്ക്ക് ശേഷം പ്രിയപ്പെട്ട മകനെ ആദരിക്കുന്നതായിരിക്കും. മലബാർ മഹായിടവക അതിൻ്റെ സൺഡേ സ്കൂളിൻ്റെ അർദ്ധവാർഷിക പരീക്ഷ ജൂലൈ മാസം 27-ാം തീയതി ആരാധനയ്ക്ക് ശേഷം നടത്തപ്പെടുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. ആദ്യത്തെ 10 പാഠങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. എല്ലാ ടീച്ചേഴ്സും ഈ ഒരു കാര്യം ശ്രദ്ധയിൽ വെക്കുകയും പ്രത്യേകിച്ച് മാതാപിതാക്കളും കുട്ടികളും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും ഒരുങ്ങുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഇൻ്റർനാഷണൽ പെന്തക്കോസ്റ്റ് ആംഗ്ലിക്കൻ കമ്മീഷൻ അതിൻ്റെ 4th സെഷൻ മീറ്റിങ്ങിൻ്റെ ഭാഗമായി ജൂൺ മാസം 20 മുതൽ 27 വരെ മഹായിടവക ബിഷപ്പ് ലണ്ടനിൽ പോകുന്നതിനാൽ ബിഷപ്പിൻ്റെ അസാന്നിധ്യത്തിൽ റവറൻഡ് ജേക്കബ് ഡാനിയൽ ക്ലർജി സെക്രട്ടറി ആയിട്ടുള്ള അച്ഛൻ ബിഷപ്പ് കമ്മിസ്ട്രിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നു എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. നമ്മുടെ സഭാംഗമായ റെജിനോൾഡ് വിൻസെൻ്റ് പണ്ടാരപ്പറമ്പിൽ 76 വയസ്സ് ഇന്നലെ വൈകുന്നേരം 5:20
കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. അന്ത്യ ശുശ്രൂഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പരപ്പേരിയുള്ള ഭവനത്തിൽ വെച്ച് ആരംഭിക്കുന്നതായിരിക്കും എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സഭാജനങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. സഭയോട് അറിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ലെറ്റീഷ്യ വിക്ടർ പോൾ പണ്ടാറപ്പറമ്പിൽ, ലീന അജിത് കുമാർ ആന്തൂരുവളപ്പിൽ, ജിബിൻ നെൽസൺ മൂളിയിൽ, പ്രവീൺ കുമാർ ഡേവിഡ് കളരിക്കൽ, എൽസി ഹിൽഡ ഉള്ളാട്ടിൽ, ഹിനു ജോബായ് നമ്പ്രത്ത്, സുനിൽ കുമാർ കാരാട്ട്, ആൻസിൽ വില്യംസ് പന്തലാത്ത്, സോണിയ അരുൺ ചിറക്കൽ, സ്വപ്ന ബെനറ്റ് പുതിയടത്ത്, സിയ ജുവൽ ചിറക്കൽ, ജെയിംസ് ജയരാജ് രത്നം കല്ലുവളപ്പിൽ, ക്രിസൽഡ റൊസീന വെട്ടത്തിങ്കര, ആൽഫി സി ഫാഡ്രിക് ചിറക്കൽ, സജന ബിജു ഹെർമൻ പൊന്നാങ്കുഴി, മേരി ജാക്വലിൻ പിലാക്കോട്ടിൽ, ജോഹൻ ജോസ് അമേങ്കര, സെൽവരാജ് സന്തോഷ് കുമാർ മുതിരവളപ്പിൽ, രാധ വില്യംസ് ആശാരിപ്പറമ്പിൽ, സജൽ സുരേഷ് ജസ് ഹോം, അതുൽ ബെർണറ്റ്, ലാലിജ് ജോയ് വളവത്ത്, സുകുമാര പ്രസാദ് കളരിക്കൽ, റെനിൻ ബെയ്ലി കാരാട്ട്, മാർത്ത മേഴ്സി ചീരൻ. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ഓർക്കാം. 21-ാം ഗീതത്തിൻ്റെ അവസാനത്തെ ചരണം പാടാം. അനുഗമിക്കുന്ന നന്മകൾ എൻ ശിവനാളല്ല. ഞങ്ങളുടെ ജീവൻ്റെ നാഥനും ജീവൻ്റെ പരിപാലകനുമായ സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ സഭയിൽ ജന്മദിനം കൊണ്ടാടിയ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ അളവറ്റ കരുണയും കാവലും കൂട്ടായ്മയും അവരോട് കൂടെയായിരുന്നു. അതിശയകരമായി അത്ഭുതകരമായി ദൈവം അവരെ പരിപാലിച്ച് വഴി നടത്തി ഒരു പുതിയ വർഷത്തിലേക്ക് അങ്ങ് കൊണ്ടുവന്നല്ലോ. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തെയും പരിപാലനത്തെയും അങ്ങയുടെ എല്ലാവിധമായിട്ടുള്ള നന്മകളെയും കൃപകളെയും പരിപാലനത്തെയും ഓർത്ത് അങ്ങേക്ക് നന്ദി കരയേറ്റിക്കൊണ്ട് സ്തോത്രം കരയേറ്റിക്കൊണ്ട് ഈ പുതിയ വർഷത്തിലായിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് പുതിയ വർഷത്തിൽ ജീവിക്കാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ. ഈ പുതിയ വർഷം പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ വർഷമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വിവാഹ വാർഷികം കൊണ്ടാടിയവരെയും ഞങ്ങൾ സമയത്ത് ഓർക്കുന്നു. കുടുംബജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ. കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് തുറന്നും ജീവിപ്പാനായിട്ട് അങ്ങ് നൽകുന്ന നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ പരസ്പരം പങ്കിട്ടുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ മാറിപ്പാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവിങ്ങളുടെ സന്നിധി നന്ദിയോടുകൂടി പലവിധമായിട്ടുള്ള നന്മകൾ, വിടുതൽ, സൗഖ്യമൊക്കെ പ്രാപിച്ചുകൊണ്ട് ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവെ, തുടർന്നും ദൈവകൃപയിൽ അവരെ പരിപാലിക്കണമേ. വേണ്ടുന്ന എല്ലാ നന്മകളാലും വഴി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായ സ്തോത്രം.
യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നിങ്ങളോട് കൂടെ ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വഴിപാടുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ 159 ഗീതം പാടാം. ഗീതം 159. സർവ നല്ല ദാനവും ശ്രേഷ്ഠമാം വരങ്ങളും.
നമുക്ക് ഈ ദാനങ്ങളെ ദിവസസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമെല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായ സ്വർഗീയ പിതാവേ, ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്ന സഭയുടെ ഇളയ കാഴ്ചയെ വിശദീകരിച്ച് സുഗ്രാഹ്യമായ യാഗമായി സ്വീകരിച്ച് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഓരോരുവരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കയാൽ നമുക്ക് പക്ഷവാദം ചെയ്ത് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് സഭയ്ക്ക് പ്രതിവാക്യമായി പറയാം. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ. സാർവത്രിക തിരുസഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവേ, പ്രിയപുത്രനെ വിചാരിച്ച് തിരുസഭയെ കൃപയോടെ കടാക്ഷിക്കണമേ. തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി, നിർമ്മലത എന്നിവയെ കാത്തുകൊള്ളുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നൽകി തിരുസഭയുടെ സാക്ഷ്യം സഫലമാക്കണമേ. അന്യമതസ്ഥർക്ക് വിശ്വാസവും മനസാന്തരവും നൽകുകയും ഇസ്രായേലിൻ്റെ ചിതറിപ്പോയ ആടുകളെ ചേർത്തുകൊള്ളുകയും ചെയ്യണമേ. ഞെരുക്കത്തിലും പീഡനകളിലും ഇരിക്കുന്ന സഭകളെ ഞങ്ങൾ പ്രത്യേകമായും തിരുമുമ്പിൽ ഓർക്കുന്നു. ആ സഭകൾക്ക് ജ്ഞാനവും ബലവും ലോകത്തെ ജയിക്കുന്ന ജയമായ വിശ്വാസവും നൽകണമേ. ആമേൻ. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ എല്ലാ മിഷൻ സംഘങ്ങളെയും സഭകളെയും ഐക്യസഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയുടെ മൂപ്പയങ്ങളെയും പരിപാലക സംഘങ്ങളെയും സുനദോസിനെയും തിരുസേവയിലുള്ള എല്ലാ ശുശ്രൂഷകന്മാരെയും പ്രവർത്തകന്മാരെയും പരിശുദ്ധാത്മാനാൽ നടത്തണമേ. ആമേൻ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. എല്ലാ ഭവനങ്ങളും കുടുംബങ്ങളും സമാധാനത്തിലും ഐക്യത്തിലും ഇരിപ്പാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും പോറ്റി വളർത്തുവാൻ ഏർപ്പെട്ടിട്ടുള്ളവരുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ മനസ്സ് പരിശുദ്ധാത്മാവിൻ്റെ പ്രയാണയാസത്തിലേക്ക് നടത്തണമേ. അനാഥർ, വിധവമാർ, അഗതികൾ, പീഡിതർ എന്നിവരെ കാത്തു പുലർത്തണമേ. രോഗികൾക്കും വയോവൃദ്ധന്മാർക്കും മരണം അടുത്തവർക്കും സമീപസ്ഥനാകണമേ. ആമേൻ. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. കൃപാനിധിയായ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ മേലധികാരികളായ എല്ലാ ഭരണകർത്താക്കന്മാരെയും തൃക്കാവലിലും കൃപയിലും ബരമേൽപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരെ പരിപാലിച്ച് നടത്തണമേ. അധികാരസ്ഥന്മാരായ എല്ലാവർക്കും പക്ഷപാതം കൂടാതെ നീതിയോടെ ഞങ്ങളെ ഭരിപ്പാൻ ജ്ഞാനവും വിവേകവും നൽകണമേ. ഞങ്ങളുടെ ബാധ കടത്തിയും അതിലുള്ള നിവാസികൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരിലും കരുണയും സത്യവും സമാധാനവും നിലനിന്ന് പോരുവാൻ തുണയ്ക്കണമേ. ആമേൻ. രോഗികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമയത്ത് ഓർക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ള എല്ലാ രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കാം. രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ഓർത്തുകൊള്ളണമേ. അവർ തങ്ങൾക്കുള്ള ഭാരം ക്ഷമയോടെ വഹിപ്പാനും പൂർണ്ണമായി ദിവ്യകൈകളിൽ ആശ്രയിപ്പാനും തിരുസാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും കൃപ ചെയ്യണമേ. മരണത്തിന് നീക്കം വന്ന് വിലാപവും കരച്ചിലും ദുഃഖവും തീർന്ന് നീ ഞങ്ങളുടെ സകല കണ്ണുനീരും തുടച്ചു കളയുന്ന നാൾ വേഗം വരുത്തണമേ. ആമേൻ. ദൂരസ്ഥരായ മിത്രങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളുമായി സ്നേഹബാന്ധവത്തിലായിരിക്കുന്ന എല്ലാവരെയും തിരുക്കരുണ കാവലിൽ പരമേൽപ്പിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളായി ഞങ്ങൾ നിന്നും അകന്ന് ദൂര രാജ്യങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരുടെയും മധ്യേ സന്നിധാനം ചെയ്യണമേ. തിരുകൂട്ടായ്മ അകന്നിരിപ്പാൻ അവരാരെ സമ്മതിക്കാതെ ധന്യവും പരിശുദ്ധവുമായ തിരുസംസർഗത്തിൽ
ഞങ്ങളോടൊന്നിച്ച് അവരെയും കാത്ത് സൂക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ലോകസമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സകല മനുഷ്യരുടെ ഹൃദയത്തിൽ സമാധാനത്തിനായുള്ള ഉണ്മയായ ആകാംക്ഷ ഉജ്ജ്വലിപ്പിക്കണമേ. ഭൂമിയിലെ സകല വംശങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി കൂടിയാലോചിക്കുന്ന എല്ലാവരെയും നിർമ്മലവും സമാധാനപരവുമായ ദിവ്യജ്ഞാനത്താൽ വഴി നടത്തണമേ. യുദ്ധമത്സരത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവസ്നേഹത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് സർവ്വഭൂമിയും നിറയുമാറാകണമേ. ആമേൻ. ഒടുവിലായി നമ്മുടെ മരണനാഴികയും നാം ഓർക്കുക. വിശുദ്ധ ദൂതന്മാർ ഞങ്ങളുടെ ചുറ്റും പ്രളയമിറങ്ങി. ഇപ്പോൾ ജീവമാർഗത്തിന് പിന്നീട് ഞങ്ങളുടെ മരണനാഴികയിലും ഞങ്ങളെ കാത്തുള്ളതിന് സഹായിക്കണമേ. മഹാകാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിനയമായി യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആമേൻ. തിരുവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്നതിനായി 221 ഗീതത്തിൻ്റെ 1-ാമത്തെയും 3-ാമത്തെയും ചരണം പാടാം. 221 ഗീതത്തിൻ്റെ 1-ാമത്തെയും 3-ാമത്തെയും ചരണം. വിശ്വാസം എൻ്റെ ആശ്രയം, ഈ ദാസനില്ല സുഹൃതം. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം മൗനമായി നിന്ന് ദൈവത്തെ വാഴ്ത്തി പരിശുദ്ധാത്മാ മുഖാന്തരം സകല സത്യത്തിലും വഴി നടത്തുവാൻ അപേക്ഷിക്കുക. കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഈ നിമിഷങ്ങളിൽ ഇരിക്കുന്നതിനായിട്ട് ദൈവം നന്ദി കരേറ്റുന്നു. കർത്താവേ, അങ്ങയുടെ വചനം സത്യമുള്ളതാകുന്നു. അങ്ങയുടെ വചനം ഇന്നും ഞങ്ങളോട് സംസാരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിലെ ആഴങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ.
അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആധാരവചനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള ദൈവത്തിൻ്റെ വചനം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് സകലതും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആദിമ സഭയിലെ ഒരു കൂട്ടായ്മയുടെ ഒരു പുതിയ സമൂഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം കാണുന്നത്. ഇന്നത്തെ വേദപാഠ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ദൗത്യത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ക്രിസ്തു സഭ, ക്രൈസ്തവ സമൂഹം എന്ന ഒരു ചിന്തയിലേക്കാണ്, ഒരു സന്ദേശമാണ് ഇന്നത്തെ വേദപാഠഭാഗങ്ങളൊക്കെ നൽകുന്നത്. പഴയ നിയമത്തിൽ ദൈവജനത്തോട് ദൈവം പറയുന്നത്, നിങ്ങൾ കനാനിൽ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കടന്നു വന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന ജനമായിട്ട് ഒരു പുതിയ സമൂഹമായിട്ട് മാറുന്നതിനെക്കുറിച്ച് ഇന്നത്തെ പഴയ നിയമ വേദപാഠ ഭാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ തൻ്റെ സങ്കല്പത്തെ പറയുകയാണ്. എന്താണ് ദൈവരാജ്യം? ആ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ആ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുമ്പോഴാണ്. ആ ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവത്തെയാണ് നമ്മളിന്ന് വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും യേശുവിൻ്റെ സന്ദേശത്തിൻ്റെ ഏറ്റവും മർമ്മം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്നതായിരുന്നു. എന്താണ് ദൈവരാജ്യം? യേശു പ്രസംഗിച്ചതും യേശു പഠിപ്പിച്ചതും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ സൗഖ്യദായക ശുശ്രൂഷയും ഒക്കെ എന്താണ് ദൈവരാജ്യം എന്നതിനെ മറ്റുള്ളവർക്ക്, ലോകത്തിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ഇതെല്ലാം ചെയ്തത്. ഇപ്പോൾ യേശുവിൻ്റെ മിനിസ്ട്രി പ്രീച്ചിങ്, ടീച്ചിങ്, ഹീലിംഗ് എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശമെന്ന് പറയുന്നത് എന്താണ് ദൈവരാജ്യം എന്നതിനെ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു തൻ്റെ എല്ലാവിധമായിട്ടുള്ള ശുശ്രൂഷയിലും തൻ്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ ഈ ദൈവരാജ്യത്തിൻ്റെ ഉപദേശത്തെ യേശു പറയുന്നത് നമുക്ക് എല്ലായിടത്തും കാണുവാനായിട്ട് സാധിക്കും. യേശു വന്നിരിക്കുന്നത് ഈ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യേശു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ എല്ലാ ഉപദേശങ്ങളും ഈ ദൈവരാജ്യത്തെ കുറിച്ചുള്ളതാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ എല്ലാ സൗഖ്യദായക ശുശ്രൂഷയും എന്താണ് ദൈവരാജ്യത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ഈ ഒരു ദൈവരാജ്യം എന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലും പ്രസംഗത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ
എന്താണ് ദൈവരാജ്യം എന്നതിനെക്കുറിച്ച് ഇന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായത്തിൽ വായിച്ചു കേൾക്കുകയുണ്ടായി. വളരെ ലളിതമായിട്ടാണ് കർത്താവ് എന്താണ് ദൈവരാജ്യം എന്നതിനെക്കുറിച്ച് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ എല്ലാ ശുശ്രൂഷകളും ഉപദേശങ്ങളും നമ്മൾ പഠിക്കുന്ന സമയത്ത് യേശു പറയുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് വളരെ ഗഹനമായിട്ടുള്ളതാണ്, വളരെ ആഴത്തിലുള്ളതാണ്. എന്നാൽ അത് അവതരിപ്പിക്കുന്നത് വളരെ ലളിതമായിട്ടാണ്. അതുകൊണ്ട് യേശു പറയുന്ന സമയത്ത് വിധക്കാരനെക്കുറിച്ചും കടുകുമണിയെക്കുറിച്ചും വലയെക്കുറിച്ചും മീൻപിടുത്തക്കാരെക്കുറിച്ചും കാറ്റിനെക്കുറിച്ചും വൃക്ഷത്തെക്കുറിച്ചും അങ്ങനെ സാധാരണ മനുഷ്യന് അറിയുന്ന, അവന് വളരെ പരിചിതമായ ഓരോ കാര്യങ്ങളെ തൻ്റെ വാക്കുകളിൽ ചേർത്തുകൊണ്ടാണ് യേശു തൻ്റെ പ്രസംഗം അല്ലെങ്കിൽ യേശു തൻ്റെ പഠിപ്പിക്കലുകൾ നൽകിയത്. അതുകൊണ്ട് ഏത് സാധാരണക്കാരനും ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന, അവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ദൈനംദിന ജീവിതത്തിൽ അവനറിയാവുന്ന കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് യേശു അവരോട് സംസാരിക്കുന്നത്. ഇവിടെ പറയുന്നത് ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവനറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെയാകുന്നു. ഒരു വിത്തിനെക്കുറിച്ചാണ് പറയുന്നത്. സാധാരണ ഒരു കർഷകനെ വളരെ ലളിതമായിട്ട് അറിയുന്ന രീതിയിലാണ് കർത്താവ് ദൈവരാജ്യം എന്ത് എന്നതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു ശുശ്രൂഷയിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ രാജ്യം എന്ന് പറയുന്നത് വളരെ വിശാലമായ, നമ്മുടെ ജീവിതത്തിൽ വിശാലമായ അർത്ഥതലങ്ങൾ നൽകുന്ന ഒരു കൺസെപ്റ്റാണ്, ഒരു സങ്കല്പമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. രാജ്യം എന്ന ആ ഒരു വാക്കിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഒരു രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറിയിൽ നിൽക്കുന്ന ഒരു പ്രദേശം, ഒരു ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളിൽ നിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് നമ്മൾ രാജ്യം എന്ന രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത അതാണ്. രണ്ടാമതായിട്ട് ദേശീയത എന്ന് പറയുന്നത് ഒരു രാജ്യം എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു ദേശീയതയുണ്ട്. സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, ഭാഷയുടെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു ബോധം, ഒരു ദേശീയ ബോധം അതിൻ്റെ പിറകിലുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ നാഷണാലിറ്റി എന്ന് പറയുന്നത്, നാഷണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതും ഒക്കെ വളരെ പ്രസക്തമാണ് ഈ രാജ്യം എന്ന് പറയുന്നതിനോട് കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ. പിന്നെ രാജ്യം എന്ന് പറയുന്ന സമയത്ത് അതിന് മറ്റൊരു മാനം കൂടിയുണ്ട്, പവർ ഓറിയൻറ്റഡ് ആണ്. അത് അധികാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ രാജ്യത്തിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിനൊരു ദേശീയതയുണ്ട്, ദേശീയത എന്നൊരു തലമുണ്ട്. അതോടുകൂടെ തന്നെ ആ രാജ്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ രാജ്യം വളരെ ശക്തമാണ് എന്ന രീതിയിൽ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന രീതിയിൽ നമ്മൾ രാജ്യത്തെക്കുറിച്ച് കാണാറുണ്ട്. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു ചിന്തയാണ്, പവർ ഓറിയൻറ്റഡ് ആണ്, അധികാരവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഈ ശക്തി, അധികാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ മിലിറ്റൻ്റ് പവറിനെ കൂടി, അതിൻ്റെ ഒരു അധികാരം, അതിൻ്റെ ഒരു ആധിപത്യം, അതെപ്പോഴും എല്ലാ രാജ്യങ്ങളും എല്ലാവരും അതിനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവരാണ്. അതിലാണ് പലപ്പോഴും അഭിമാനം കൊള്ളാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു രാജ്യം എന്ന ഒരു കൺസെപ്റ്റിൻ്റെ ഫ്രെയിം വർക്ക്, അല്ലെങ്കിൽ രാജ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ സങ്കല്പത്തിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ യേശു പറയുന്നത് ഈ രാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യം എന്നതാണ് യേശു മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. യേശു അന്ന് ദൈവരാജ്യം എന്ന് പറയുന്ന സമയത്ത് അതിന് അന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, യേശുവിൻ്റെ കാലത്ത് റോമൻ അധിനിവേശത്തിലായിരുന്നു യഹൂദന്മാരുണ്ടായിരുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന യഹൂദന്മാരെല്ലാവരും എന്തായിരുന്നു? അടിമകളായിരുന്നു. അവർ ഒരു വലിയ വൈദേശികമായിട്ടുള്ള ഒരു ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് ചുങ്കം കൊടുത്തുകൊണ്ട് അവരുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അന്ന് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദാജനം ഒരു വിമോചനത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്നു. അവരുടെ
ശത്രുവിനെ എതിർക്കുന്ന, ശത്രുവിനെ തോൽപ്പിക്കുന്ന, അവിടെ നിന്നും അവരെ വിടുവിക്കുന്ന ഒരു രക്ഷകന് വേണ്ടി, ഒരു മെസ്സിഹായ്ക്ക് വേണ്ടി, അവരുടെ ആ ഒരു ഡേവിഡ് കിങ്ഷിപ്പ് സ്ഥാപിക്കുന്ന, ദാവീദിൻ്റെ ആ രാജ്യം സ്ഥാപിക്കുന്ന ഒരു രാജാവ്, ഒരു നേതാവ് വരണം എന്നുള്ള വളരെ ആഗ്രഹം അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യേശു പറഞ്ഞ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അന്ന് അവരുടെ ഉള്ളിൽ നിറഞ്ഞു വന്ന ഒരു വലിയ സങ്കല്പം എന്ന് പറയുന്നത് ഇതാണ്. അതായത്, ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു നേതാവ് വരുന്നു, ഞങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടി, ഞങ്ങളെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു രക്ഷകൻ വരുന്നു എന്ന ഒരു ചിന്തയിലാണ് അവർ ഈ യേശുവിനെ കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു കോണ്ടസ്റ്റിലാണ് യേശു പറയുന്നത് ദൈവരാജ്യം എന്ന സങ്കല്പം പറയുന്നത്. എന്നാൽ യേശു ഈ രാജ്യം എന്ന് പറയുന്ന നമ്മളിന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള അധികാരത്തിൻ്റെയും ശക്തിയുടെയും മിലിറ്റൻ്റ് ഡൊമിനേഷൻ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള അധികാര മേധാവിത്വത്തിൻ്റെയും ഒക്കെ സങ്കല്പത്തിൽ നിന്നും അപ്പുറമായിട്ടുള്ള മറ്റൊരു ദൈവരാജ്യത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. യേശു പറയുന്ന ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അത് കടുകുമണിയാണ് എന്നതാണ്. നമ്മളിത് വായിച്ചു കേട്ട മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു പറയുന്നത് അത് കടുകുമണിയോട് സദൃശ്യം എന്നാണ്. 30-ാം വാക്യത്തിൽ പറയുന്നത് അത് കടുകുമണിയോട് സദൃശ്യം, അത് മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്. അപ്പോൾ യേശു പറയുന്ന ദൈവരാജ്യം ഇത്തരത്തിലുള്ള അധികാരത്തിൻ്റെയും പവറിൻ്റെയും മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്തുന്ന അത്തരത്തിലുള്ള ഒരു 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 രാജ്യത്തെക്കുറിച്ചല്ല യേശു പറയുന്നത്. പവറുള്ള, വളരെ വിസിബിളായിട്ടുള്ള ഒരു രാജ്യത്തെക്കുറിച്ചല്ല യേശു പറയുന്ന രാജ്യം. യേശു പറയുന്ന രാജ്യം വളരെ ചെറുതാണ്. നമുക്ക് ശ്രദ്ധിക്കപ്പെടാത്ത, നമുക്ക് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ചെറിയ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് യേശു പറയുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത്. ഇപ്പം രാജ്യം എന്ന് പറയുന്ന ആ അന്നത്തെയും ഇന്നത്തെയും ആ കൺസെപ്റ്റിനെ തന്നെ യേശു മാറ്റിമറിക്കുകയാണ്. എന്താണ് രാജ്യം? യേശു പറയുന്ന രാജ്യം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്, വളരെ ചെറുതാണ്, വളരെ ഇൻസിഗ്നിഫിക്കൻ്റാണ് എന്നതാണ് യേശു പറയുന്നത്. അതുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ ജീവിതത്തെയൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് യേശു ഈ രാജ്യത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശുവിൻ്റെ ജനനം നമ്മൾ പഠിക്കുന്ന സമയത്ത് വിദ്വാൻമാർ നേരെ വരുന്നത്, യേശുവിനെ കാണുന്നതിന് വേണ്ടി വരുന്നത് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ്. കാരണം യഹൂദന്മാരുടെ രാജാവായിട്ട് ജനിച്ചവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവർ നേരെ പോകുന്നത് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ്. അപ്പോൾ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലാണ് രാജാവ് ജനിക്കുക എന്നതാണ് അവരുടെ സങ്കല്പം. എന്നാൽ നമ്മൾ മത്തായി സുവിശേഷം 4-ാം അധ്യായം വായിക്കുന്ന സമയത്ത് അവിടെ കാണുവാനായിട്ട് സാധിക്കും, അവിടെ ഹെരോദാവ് എല്ലാവരെയും വിളിക്കുകയാണ്. അന്നത്തെ മതപ്രമാണിമാരെയും പാണ്ഡിത്യമുള്ളവരെയും ഒക്കെ വിളിച്ചുകൊണ്ട് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവ് ജനിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പ്രവാചകൻ്റെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, യഹൂദ്യ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ യെരൂശലേമിലാണ്
ഉള്ളത്. അപ്പോൾ ഈ ആത്മാവ്, ഈ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് യേശു എപ്പോഴും പ്രസംഗിച്ചത്. അപ്പോൾ യേശുവിൻ്റെ പ്രസംഗവും യേശുവിൻ്റെ ഉപദേശവും യേശുവിൻ്റെ ജീവിതവും ഒക്കെ നമ്മളെടുത്ത് പഠിക്കുന്ന സമയത്ത് ഈ കടുക് മണി പോലെയായിരുന്നു യേശുവിൻ്റെ. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, ആരുടെ മുൻപിൽ അത്രയും ശക്തിയില്ലാത്ത, പ്രൗഢിയില്ലാത്ത ഒന്നായിരുന്നു യേശുവിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത്. അപ്പോൾ യേശു അത് തന്നെയാണ് ഇവിടെ കടുക് മണിയോടുകൂടി അത് ഉപമിക്കുന്ന സമയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. ചെറിയതാണ്, വളരെ ചെറുതാണ്, എന്നാൽ അത് വളർന്ന് വലുതാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ ടെസ്റ്റുകളിൽ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് ആ യേശുവിൻ്റെ ചെറിയ പ്രസ്ഥാനം, യേശുവിൻ്റെ ആ ചെറിയ കൂട്ടം, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുന്ന സമയത്ത് അത് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് അതൊരു വലിയ ശക്തിയായിട്ട് മാറുന്നത്. ആ സമൂഹം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, കൂട്ടായ്മയുടെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാം ഒരുമിച്ച് പങ്കിടുക, അങ്ങനെ ഒരു ഐക്യത്തിൻ്റെ ഒരു സമൂഹമായിട്ട്, ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ വസിക്കുന്ന ഒരു സമൂഹമായിട്ട് രൂപാന്തരപ്പെടുന്നതാണ് നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുന്ന സമയത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ യേശുവിൻ്റെ ദൈവരാജ്യ സങ്കല്പം എന്ന് പറയുന്നത് അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് ഈ അപ്പോസ്തലന്മാരിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ ശുശ്രൂഷയിലൂടെ, അവരുടെ പ്രവർത്തനത്തിലൂടെ. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയാണ് നമ്മളവിടെ കാണുന്നത്. അവർ ഒരുമിച്ച് വരുമ്പോൾ വീട്ടിൽ അപ്പം നുറുക്കി അവർ ഭക്ഷണം കഴിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ, അതിലെല്ലാവരും വട്ടമിട്ട് ഇരിക്കുന്ന, ഒരുമിച്ചിരിക്കുന്ന, എല്ലാവർക്കും ഒരുമിച്ച് ഒരു സ്നേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരിക്കുന്ന, ഒരുമയുടെ ആ മേശ എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ, റൗണ്ട് ടേബിൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലെല്ലാവർക്കും ഒരുപോലെ ഇരിക്കുവാനായിട്ട്, ഒരുപോലെ സംസാരിക്കുവാനായിട്ട്, ഒരുപോലെ ഭക്ഷിക്കുവാനായിട്ട്, ഒരുപോലെ പാനം ചെയ്യാനായിട്ട് ഒരു സമത്വത്തിൻ്റെ ഒരു ടേബിളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ യേശു പറയാണ്, ഇത് കടുകുമണി പോലെയാണ്, അത് ചെറുതാണ്, എന്നാൽ അത് വലിയ ഒരു പ്രസ്ഥാനമായിട്ട് മാറും, അത് വളർന്ന് പന്തലിക്കും, അതിലേക്ക് മറ്റുള്ളവർ വരും. യേശു തൻ്റെ പ്രവർത്തനത്തിൽ ഒരുപാട് പേരോട് സുവിശേഷം ഉപദേശിച്ചു, ഒരുപാട് പേരോട് പാഠങ്ങൾ പഠിപ്പിച്ചു, അതുപോലെ തന്നെ അവർക്ക് സൗഖ്യം നൽകി. ഈ ശിഷ്യന്മാരെ ഇവിടെ നമ്മൾ കാണുന്ന സമയത്ത് അവരുടെ അത്ഭുത പ്രവൃത്തികൾ അവർ ചെയ്തു എന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ആശ്വാസത്തെയും സൗഖ്യത്തെയും സമാധാനത്തെയും ഒക്കെ നൽകുന്ന ഒരു മിനിസ്ട്രി ഈ ദൈവരാജ്യ സമൂഹത്തിലൂടെ അവിടെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എല്ലാവർക്കും യേശു പറഞ്ഞതുപോലെ ഇത് വളർന്ന് പന്തലിച്ച് എല്ലാ പക്ഷികൾക്കും അവർക്ക് തണൽ നൽകുന്ന, അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു വലിയ വൻമരമായിട്ട് മാറും എന്ന് യേശു പറയുമ്പോൾ ഈ ചെറിയ കടുകുമണിയിൽ നിന്നാണ് അതിൻ്റെ ആരംഭം എങ്കിലും അത് എല്ലാവർക്കും വലിയ ആശ്വാസത്തിനും സമാധാനത്തിനും വിടുതലിനും സൗഖ്യത്തിനും ഒക്കെ ഇടയാക്കി തീർക്കുന്ന ഒരു വലിയ സമൂഹമായിട്ട് മാറും എന്നത് ഈ ഒരു ദൈവരാജ്യ സമൂഹത്തെ കണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവിൻ്റെ ഈ ഒരു പഠിപ്പിക്കൽ, ഈ ഒരു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സങ്കല്പം വളരെ ആഴമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അത് അധികാരത്തിൻ്റെയും മിലിറ്റൻ്റ് പവറിൻ്റെയും ഒക്കെ അധിനിവേശത്തിൻ്റെയും ഒക്കെ സങ്കല്പമായിട്ട് ഇന്ന് രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശു പറയുമ്പോൾ അത് ആ യേശുവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു അധിനിവേശത്തിൻ്റെ അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കലിൻ്റെ, പിടിച്ചടക്കലിൻ്റെ, ഒരു ശക്തിയുടെ അത്തരത്തിലുള്ള രാജ്യമല്ല യേശു പറയുന്നത്. മറിച്ച് അത് സ്നേഹത്തിൻ്റെ, മറ്റുള്ളവർക്കെല്ലാം തണൽ നൽകുന്ന, മറ്റുള്ളവർക്കെല്ലാം ആശ്വാസം നൽകുന്ന, ഒരു ചെറിയ കടുകിൽ നിന്നും വലുതായി എല്ലാവർക്കും തണൽ നൽകുന്ന ഒരു വലിയ വൃക്ഷമായിട്ട്, ആശ്വാസമായിട്ട് മാറുന്ന ഒരു സങ്കല്പത്തിലുള്ള സമൂഹത്തെയാണ് യേശു ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു രാജ്യത്തെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാനായിട്ട് നമുക്ക് ഈ നാളുകളിൽ സാധിക്കണം. ഇവിടെ യേശു പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു വിതക്കാരൻ വിതയ്ക്കുന്നത്. അത് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നതും യേശു ചെയ്തത് അങ്ങനെയാണ്. ഇവിടെ പറയാണ്, ഒരു ചെറിയ വിത്ത് വിതയ്ക്കുന്നു, അത് മുളച്ച് വരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ക്ഷമയോടെ കാത്തിരിക്കുന്നു.
ഒരു കർഷകൻ്റെ സാധാരണ ജീവിതത്തിലെ കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ നമ്മൾ വിതയ്ക്കുകയാണ്, ആ വിതച്ചത് പൊട്ടി മുളച്ച് വരുന്നതിന് വേണ്ടിയിട്ട് കർഷകൻ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട്, പേഷ്യൻസി എന്നതുണ്ട്, ക്ഷമയും അതുപോലെ തന്നെ കാത്തിരിപ്പും വളരെ പ്രാധാന്യമാണ്. യേശു പറഞ്ഞത്, ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിൽ നിന്നും ശക്തി പ്രാപിക്കുന്നവരെ ഈ നഗരത്തിൽ പാർപ്പിൻ എന്ന് പറയുന്നുണ്ട്. കാത്തിരിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നതിന് വേണ്ടി, അതിലൂടെ ശക്തിപ്പെടുന്നതിന് വേണ്ടി, കാത്തിരിക്കുന്നതിന് വേണ്ടി കർത്താവ് ഈ സമൂഹത്തെ ഒരുക്കുകയായിരുന്നു. അവരെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്, അവരുടെ ജീവിതമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ എത്രത്തോളം ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെ വളർത്തുവാനായിട്ട്, ആ ദൈവരാജ്യത്തിൻ്റെ സ്നേഹത്തെയും ദൈവരാജ്യത്തിൻ്റെ നന്മയെയും നമ്മുടെ ജീവിതത്തിൽ വളർത്തുവാനായിട്ട് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതാണ്, ഈ ദൈവരാജ്യത്തെ വിത്തുകളെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട്, മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് വിതയ്ക്കുവാനായിട്ട്, അവരുടെ ഹൃദയത്തിൽ ഈ ദൈവരാജ്യത്തിൻ്റെ സ്നേഹത്തെയും സമാധാനത്തെയും ഈ ദൈവരാജ്യത്തിൻ്റെ നന്മയെയും മൂല്യങ്ങളെയും ഒക്കെ മറ്റുള്ളവരിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക് വിതയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുകൂടി ഈ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ വിതയ്ക്കുവാനായിട്ട്, ക്ഷമയോടെ കാത്തിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം എപ്രകാരം ഈ ലോകത്തിൽ ഈ കടുകുമണി പോലെ നമ്മളൊരു പക്ഷേ ഈ ലോകത്തിൽ ആരാളും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു വ്യക്തി എന്ന രീതിയിൽ പലപ്പോഴും ആരാലും നമ്മൾ അത്രയ്ക്ക് തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത കടുകുമണി പോലെ ആയിരിക്കാം നമ്മുടെ ജീവിതം. എന്നാൽ നമ്മുടെ ജീവിതം, ആ ജീവിതത്തിലൂടെ നമ്മൾ നൽകുന്ന സന്ദേശം, നമ്മുടെ ഉപദേശം, നമ്മുടെ ജീവിതം, ഇതൊക്കെയും മറ്റുള്ള ഹൃദയത്തിൽ അവർക്ക് അവരുടെ ഹൃദയത്തിൽ അത് വരുന്ന സമയത്ത്, അവരുടെ ജീവിതത്തിൽ അത് ഇടപെടുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിലും ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെ പകരുന്നതായിട്ട് മാറുവാൻ നമുക്ക് സാധ്യമായി തീരണം. അതുകൊണ്ട് ഈ ഒരു ദൈവരാജ്യത്തിൻ്റെ കർത്താവ് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സാക്ഷാത്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ ഒക്കെയും ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെ, ഈ അപ്പോസ്തലന്മാർ 1-ാം നൂറ്റാണ്ടിൽ അവർ ജീവിച്ചതുപോലെ സ്നേഹത്തിൻ്റെ, ആ ഒരുമയുടെ, ഐക്യത്തിൻ്റെ എല്ലാം അനുഭവത്തിലും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദൈവരാജ്യത്തിൻ്റെ ഉപദേശത്തെ നൽകുന്ന, ദൈവരാജ്യത്തിൻ്റെ സ്നേഹത്തെ നൽകുന്ന, ദൈവരാജ്യത്തിൻ്റെ സൗഖ്യത്തെ നൽകുന്ന അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരട്ടെ. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ദൈവരാജ്യം എന്ന് പറയുന്നത് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച സമയത്ത് അത് കടുകുപണി പോലെയാണ്, വളരെ ചെറുതാണ്, ആരാലും ശ്രദ്ധിക്കപ്പെടാത്തതാണ്. എന്നാൽ അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും തണൽ നൽകുന്ന, എല്ലാവർക്കും ആശ്വാസം നൽകുന്ന, എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്ന, എല്ലാവർക്കും വിടുതൽ നൽകുന്ന ഒരു വലിയ അനുഭവമാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആ ഒരു വലിയ കർത്താവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമൂഹമായിട്ട് മാറുവാൻ ദൈവം ഞങ്ങളിലൂടെ ആഗ്രഹിക്കുന്നുവല്ലോ. കർത്താവ് ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ട് അപ്രകാരം ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ സന്തോഷത്തെയും ദൈവരാജ്യത്തിൻ്റെ സമാധാനത്തെയും ദൈവരാജ്യത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള സൗഖ്യത്തെയും അനുഭവിപ്പാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ നമ്മുടെ സഭയിൽ നിന്നും MBBS പഠനവും തൻ്റെ ഹൗസ് സർജൻസിയും കഴിഞ്ഞ്
വന്നിരിക്കുന്ന ഡോക്ടർ സഫിൻ ഫെലിക്സ് റെജിനോൾഡിന് സഭയുടെ ആദരം നൽകുന്നതാണ്. അതിനുവേണ്ടി പ്രിയപ്പെട്ട മകനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഡോക്ടർ സഫീൻ ഫെലിക്സിന് നൽകുകയാണ്. തുടർന്നുള്ള തൻ്റെ ശുശ്രൂഷയിലും എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായിട്ട് അനുഭവിച്ചുകൊണ്ട് തൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആരാധനയുടെ അവസാനമായി 5-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണങ്ങൾ നമുക്ക് പാടാം. 5-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണങ്ങൾ. ഞങ്ങൾക്ക് നിൻ്റെ കൃപ ഇരിക്കുക യേശു. കർത്താവ് പഠിപ്പിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിരീക്ഷണസ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങൾ പരീക്ഷയിൽ കർത്താവത്തെ രാജ്യം ശക്തിയും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഒടുവിലായ വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹം അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നാം സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.